പോക്സോ കേസ് അതിജീവിതയുടെ അതിഗുരുതരമായ ഒരു വെളിപ്പെടുത്തലേക്കാണ്. പോക്സോ കേസ് അതിജീവിതയെ തെറ്റിദ്ധരിപ്പിച്ച് വിവാഹം ചെയ്ത പ്രതിയുടെ ക്രൂരത. ഇരയുടെ മൊബൈൽ നമ്പർ പ്രതിയായ ഭർത്താവ് അശ്ലീല സൈറ്റുകളിൽ പോസ്റ്റ് ചെയ്തെന്നും വെളിപ്പെടുത്തൽ. 2 പ്രാവശ്യം ഗർഭിണിയായ 19-കാരിയെ ഗുളിക നൽകി ഗർഭചിത്രം നടത്തി. പ്രതിയെ ഭയന്ന് ഇരയായ പെൺകുട്ടി സ്വന്തം വീട് ഉപേക്ഷിച്ച് ബന്ധുക്കളുടെ വീടുകളിൽ അഭയം തേടി. ജീവനം കൊണ്ട് രക്ഷപ്പെട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയിട്ടും കടക്കൽ പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ലെന്നും ആക്ഷേപം. പെൺകുട്ടിയുടെ വെളിപ്പെടുത്തൽ 24-നോട് 24 എക്സ്ക്ലൂസീവ്. പല തവണ സ്റ്റേഷൻ കയറി ഇറങ്ങുക, ഇതാണ് എൻ്റെ അവസ്ഥ. ഇയാൾ വീട്ടിൽ വന്ന് അടി ഉണ്ടാക്കുമ്പോൾ വീട്ടുകാർ കേസ് കൊടുക്കും. എനിക്കൊരു ജീവിതമില്ല, നാണക്കേട്, മാനക്കേട്. അപ്പം ഞാൻ വിചാരിച്ചു ഇയാൾ അവസാനമായിട്ട് ഈ ഒരു സംഭവത്തിന് ശേഷം എൻ്റെ അമ്മ പരാതി കൊടുത്തു. ഇയാളുടെ സ്വഭാവം എന്ന് വെച്ചാൽ ഇയാളുടെ ലൈംഗിക അടിമയായിട്ട് ഞാൻ കിടക്കണം, സാമ്പത്തികമായിട്ട് അവരെ സഹായിക്കണം, ഇതാണ് അയാൾ. +1 പഠിക്കുമ്പോഴാണ് ചല്ലിമുക്ക് സ്വദേശി ജോഷി എന്നറിയപ്പെടുന്ന സതീഷ് പെൺകുട്ടിയെ പീഡനത്തിനിരയാക്കിയത്. തുടർന്ന് റിമാൻഡിലായ സതീഷ് പുറത്തിറങ്ങിയതോടെ വിവാഹം കഴിക്കാമെന്ന് ഉറപ്പ് നൽകി കേസ് ഒത്തുതീർപ്പാക്കുകയായിരുന്നു. ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കഴിഞ്ഞതോടെ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത് അതിക്രൂരമായ പീഡനം. നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ലൈംഗികപരമായി ഉപയോഗിക്കാൻ, മറ്റുള്ളവർക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുകയോ നിർബന്ധിക്കുകയോ ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ എൻ്റെ നമ്പർ സെക്സ് സൈറ്റിലിടുക, മറ്റുള്ളവരെ കൊണ്ട് വിളിപ്പിക്കുക, ആണുങ്ങളെ കൊണ്ട് വിളിപ്പിക്കുക. അശ്ലീല സൈറ്റിലൊക്കെ എൻ്റെ ഫോൺ നമ്പർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനിത് കംപ്ലൈൻറ്റ് ചെയ്യും, പരാതിപ്പെടും എന്നൊക്കെ ഉള്ള രീതി ആയപ്പോഴാണ് അത് നിർത്തി. തിരുവനന്തപുരത്ത് പ്രവർത്തിക്കുന്ന സെക്സ് റാക്കറ്റുമായി സതീഷിന് ബന്ധമുണ്ടെന്നും തന്നെ അതിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചെന്നും പെൺകുട്ടി 24-നോട് പറഞ്ഞു. പെൺകുട്ടിയുടെ മൊബൈൽ നമ്പറും പ്രതിയായ ഭർത്താവ് അശ്ലീല സൈറ്റുകളിൽ കൊടുത്തു. ഇതിനെതിരെ പരാതി നൽകിയിട്ടും പോലീസ് നടപടിയും കൈക്കൊണ്ടില്ല. എനിക്കറിയില്ല, ഒരു ചെന്നായ എന്നോളം കൈയായാലും കാലിലും ആ സ്ത്രീ ആണെങ്കിൽ എൻ്റെ കൈയും കാലും പിടിച്ച് വലിച്ച് അപ്പുറത്തെ റൂമിൽ കൊണ്ടുപോവുക. ഇയാൾ ഭിത്തിയോടെ ചേർത്ത് ഞാൻ ഇങ്ങനെ നിൽക്കുക, ഭിത്തിയോടെ ചേർത്ത് എന്നെ ഇങ്ങനെ ശ്വാസം മുട്ടിക്കുക. ഈ ശ്വാസം പോലും കിട്ടാതെ ഞാൻ നിൽക്കുക. എന്നെ ചെവിക്കുറ്റിക്ക് അടിച്ച് എന്നെ തറയിലിട്ട് ചവിട്ടി, എൻ്റെ നെഞ്ചത്തൊക്കെ ചവിട്ടി കൂട്ടി. എനിക്ക് അറിഞ്ഞുകൂടെ അത് പറയാൻ. ജനുവരിയിൽ സതീഷും മറ്റൊരു സ്ത്രീയും ചേർന്ന് വിളിച്ചു വരുത്തിയ ശേഷം പെൺകുട്ടിയെ അതിക്രൂരമായി മർദ്ദിച്ചു. ജീവൻ രക്ഷാർത്ഥം പെൺകുട്ടി കടക്കൽ പോലീസ് സ്റ്റേഷനിൽ എത്തിയെങ്കിലും സഹായം ലഭിച്ചില്ല. ഞാൻ ഒരു വിധത്തിൽ ഇത്രയും മുറിവുകളോടെ ഞാൻ സ്റ്റേഷനിലോട്ടാണ് ചെന്നത്, കടക്കൽ സ്റ്റേഷനിലോട്ട്. എല്ലാവരെയും ഞാൻ കുറ്റം പറയുന്നില്ല. അവിടുത്തെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഈ ആളുടെ ബന്ധുവായിരുന്നു. അത് എനിക്ക് പേര് കറക്റ്റ് എനിക്കറിയത്തില്ല, ജോസ് ആൻ്റണി അങ്ങനെ കണ്ട എന്തോ ആണ്. ഞാനാണ് ഉപദ്രവിച്ചത്. അതായത് അത്രയും ആചാരബാഹുവായ അയാളെ, ആ സ്ത്രീയെ ഞാനാണ് ഉപദ്രവിച്ചത്. അയാൾ രക്ഷിക്കാൻ ചെല്ലുന്നതാണ് എന്നുള്ള രീതിയിൽ അവിടെ ഈ കടക്കൽ സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥനാണ് വിളിപ്പിച്ചത്. ഞങ്ങൾ ഒളിച്ചോടണം. തെറ്റ് ചെയ്ത ആൾക്കാരെ പേടിച്ച് ഞങ്ങൾ ഒളിച്ചോടണം. പ്രതിയെ സഹായിക്കാൻ ചില ഉന്നത പോലീസുകാരുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ടെന്നാണ് പെൺകുട്ടിയും കുടുംബവും ആരോപിക്കുന്നത്. പ്രതിയായ ഭർത്താവിനെ ഭയന്ന പെൺകുട്ടിയും മാതാവും സഹോദരിയും സ്വന്തം വീട് ഉപേക്ഷിച്ച് ബന്ധുവീടുകളിൽ അഭയം തേടിയിരിക്കുകയാണ്. പറഞ്ഞാലും പറഞ്ഞില്ലേലും അയാൾ എന്നെ, എൻ്റെ കുടുംബത്തെ ഇല്ലായ്മ ചെയ്യും. നാളെ ചിലപ്പം ഞങ്ങളെ പെട്രോൾ ഒഴിച്ച് കത്തിച്ചിട്ട് പറയും ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനുള്ള പവർ വരെ അയാൾക്കുണ്ട്. അപ്പോൾ ഇത് ഇനി പറയാതിരുന്ന എൻ്റെ കുടുംബം തന്നെ ഇല്ലായ്മ അയാൾ ചെയ്യും. അത് ഉദ്ദേശിച്ച് തന്നെയാണ് പറയുന്നത്. അരുൺരാജ്, 24 കൊല്ലം.